രചനാ സംഭാഷണം രുദ്രപ്രിയ. അവസാന ഭാഗം. രുദ്രൻ ദേവയെ ഇരു കൈയിലും കോരിയെടുത്ത് ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറി. റൂമിൽ അവളെ കിടത്തി. മാലുവും അറിയാമയും എബിനും മഹിയും ഒക്കെ പുറകെ തന്നെ ചെന്നു. രുദ്രൻ ദേവയുടെ മുഖത്തേക്ക് വെള്ളം ചിതറിച്ചു. ദേവ പതിയെ കണ്ണു തുറന്നു. എന്ത് പറ്റി പ്രിയ? രുദ്രൻ ദേവയെ തന്നിലേക്ക് ചേർത്ത് ചോദിച്ചു. എന്തോ പെട്ടെന്ന് തല ചുറ്റി ദേവേട്ടാ. മാലു പുഞ്ചിരിച്ചുകൊണ്ട് ദേവയുടെ കവിളിൽ തലോടി. ദേവമോളെ, നീ നമ്മുടെ ഡോക്ടർ സുജാതയെ ഒന്ന് കാണിച്ചിട്ട് വീട്ടിലേക്ക് വായോ. ഇവിടെ എല്ലാം ഭംഗിയായില്ലേ? ബാക്കി അച്ഛനും അബിനും കൂടി തീർക്കും. രുദ്രൻ വേഗം തന്നെ ദേവിയെയും കൂട്ടി ഡോക്ടർ സുജാതയെ കാണാൻ പോയി. സുജാത ഡോക്ടർ ഫാമിലി ഡോക്ടറാണ്. ദേവിയെ പരിശോധിച്ചു കഴിഞ്ഞ് ഡോക്ടർ പുഞ്ചിരിയോടെ രുദ്രൻ്റെ എതിരെ ചെയറിൽ വന്നിരുന്നു. പരിഭ്രമത്തോടെ ഇരിക്കുന്ന രുദ്രനെ നോക്കി ഡോക്ടർ പുഞ്ചിരിച്ചു. ഇങ്ങനെ പേടിക്കേണ്ടടോ ACP, ഒരു മെമ്പർ കൂടി വരാൻ പോകുന്നു നിങ്ങൾക്കിടയിലേക്ക്, അതറിയിച്ചതാണ്. രുദ്രൻ ദേവിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. വീട്ടിൽ ചെന്നിട്ട് മതി സന്തോഷപ്രകടനം. ഡോക്ടർ കളിയാക്കി ചിരിച്ചു. രുദ്രൻ ഡോക്ടർക്ക് നന്ദി പറഞ്ഞിറങ്ങി. വേഗം തന്നെ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു. ദേവയെയും രുദ്രനെയും കാത്തുന്ന പോലെ എല്ലാവരും ഇരിക്കുകയായിരുന്നു. രുദ്രൻ കാറിൽ നിന്നിറങ്ങി മഹിയെയും മാലുവിനെയും കെട്ടിപ്പിടിച്ചു. പുതിയ അതിഥി വരാൻ പോകുന്ന സന്തോഷം പങ്കുവച്ചു. ദേവമോൾ ഈ വേഷമൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവ്. കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഗോപുവിൻ്റെയും സിദ്ധുവിൻ്റെയും റിസപ്ഷൻ സമയമാകുമ്പോൾ താഴേക്ക് വന്നാൽ മതി. റൂമിലെത്തിയ ദേവ ഗോപുവിനെ വിളിച്ച് വിവരം അറിയിച്ചു. അവൾക്ക് ഉടനെ ദേവയെ കാണണമെന്നായി. വൈകുന്നേരം അവിടേക്ക് വരുന്നുണ്ടല്ലോ എന്ന് സമാധാനപ്പെടുത്തി ഗോപുവിനെ ഒരുവിധം പെണ്ണ് ഫോൺ താഴെ വെച്ചു. ദേവ ഫ്രഷായി വരുമ്പോഴുണ്ട് രുദ്രൻ ദേവയെ കാത്തിരിക്കുന്നു. എത്ര നേരമായി എൻ്റെ പെണ്ണിനെ ഒന്ന് തനിച്ച് കിട്ടാനായി കാത്തിരിക്കുന്നു. രുദ്രൻ ദേവയെ മടിയിലേക്ക് ഇരുത്തി. എനിക്ക് എത്രമാത്രം സന്തോഷമാണെന്നറിയുമോ പ്രിയ? രുദ്രൻ ദേവയുടെ ചുണ്ടിൽ പതിയെ ചുംബിച്ചു. ദേവയെ ബെഡിൽ കിടത്തി വയർഭാഗത്ത് നിന്ന് ചുരിദാറിൻ്റെ ടോപ്പ് മാറ്റി അണിവേറിൽ ഉമ്മ വെച്ചു. അച്ഛൻ്റെ ആദ്യ ചുംബനം അക്ഷരമൊത്തേ. രുദ്രൻ്റെ ചുണ്ടുകൾ വീണ്ടും വീണ്ടും പെണ്ണിൻ്റെ വയറിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു. മതി ദേവേട്ട, ഇക്ലിയാവുന്നു. രുദ്രദേവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇന്ത്യവരത്തിൻ്റെ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് തന്നെയാണ് റിസപ്ഷനുള്ള ഏർപ്പാടുകൾ ഒരുക്കിയത്. 5 മണിയോടുകൂടി മഹിയും കുടുംബവും ബന്ധുക്കളും എത്തി. ഭംഗിയായി അലങ്കരിച്ച സ്റ്റേജിൽ ഗോപുവും സിദ്ധുവും. രുദ്രനും ദേവിയും അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ ഗോപു ദേവയെ കെട്ടിപ്പിടിച്ച് അവളുടെ ഇരു കവറിലും മാറി മാറി ഉമ്മ വെച്ചു. അങ്ങനെ ഞാനൊരു അപ്പച്ചിയായല്ലോ പെണ്ണെ. ദേവിയുടെ മുഖം നാണത്താൽ ചുവന്നു. ഏകദേശം ഫംഗ്ഷൻ അവസാനിക്കുന്നത് വരെ മഹിയും കുടുംബവും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഏകദേശം 10 മണിയോടുകൂടി ഫംഗ്ഷൻ അവസാനിച്ചു. വീടെത്തിയതും എല്ലാവരും ക്ഷീണം കാരണം നേരത്തെ തന്നെ കിടന്നു. ഗോപു ഫ്രഷായി വന്നതും വാസന്തി ഗോപുവിനെ മുണ്ടുനീരേത് കുടിപ്പിച്ചു. കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായി അവളെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. ഗോപു ഡോർ തുറന്ന് മുറിയിലേക്ക് കയറിയതും തന്നെയും കാത്തുന്ന പോലെ ഇരിപ്പുണ്ട് സിദ്ധു. മുണ്ടുനീരിയതും കൊടുത്ത് കയ്യിൽ പാൽ ഗ്ലാസുമായി വരുന്ന ഗോപുവിനെ കണ്ട് സിദ്ധു ചിരിച്ചു. ഗോപുവിനാണെങ്കിൽ സിദ്ധുവിനെ ചിരി കണ്ട് ദേഷ്യം വന്നു. എന്തിനാ ചിരിക്കുന്ന സിദ്ധുവേട്ടാ? നിന്റെ മുഖത്തെ വെപ്രളവും പരവേശം കണ്ട് ചിരിച്ചു പോയതാ പെണ്ണെ. നിനക്കെന്താ ഗോപു, എന്നെ പേടിയാണോ? ഗോപു മുഖം താഴ്ത്തി നിന്നു. സിദ്ധു ഗോപുവിൻ്റെ മുഖം പതിയെ പിടിച്ചുയർത്തി അവളുടെ കണ്ണുകളിൽ ഊതി. ഗോപുവിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. സിദ്ധുവിൻ്റെ ചുണ്ടുകൾ ഗോപുവിൻ്റെ ചുണ്ടുകളിൽ പതിയെ ചുംബിച്ചു. ഗോപു കണ്ണു തുറന്നു നോക്കി. സിദ്ധു ഗോപുവിനെ പതിയെ എടുത്ത് മേശയിലേക്ക് ഇരുത്തി. സിദ്ധു അവളിലേക്ക് ചേർന്ന് നിന്നു. സിദ്ധുവിൻ്റെ ശ്വാസം അവളുടെ കഴുത്തിൽ പതിഞ്ഞു. ഗോപുവിൻ്റെ ശരീരത്തിൽ വിറയൽ അനുഭവപ്പെട്ടു. സിദ്ധു പതിവ് ചിരിയോടുകൂടി ഗോപുവിനെ നോക്കി. സിദ്ധുവിൻ്റെ അതരം ഗോപുവിൻ്റെ അതരവുമായി ചേർന്നു. ഒട്ടും തന്നെ അവളെ വേദനിപ്പിക്കാതെ പൂവിൽ നിന്നും തേൻ കുടിക്കുന്നത് പോലെ ഗോപുവിൻ്റെ അതരങ്ങൾ നുണഞ്ഞു. ഗോപു ആ ചുംബനത്തിൽ ലയിച്ചു. അവളുടെ വിരലുകൾ സിദ്ധുവിൻ്റെ കയ്യിൽ അമർന്നു. സിദ്ധു ഗോപുവിനെ കൈകൾ പതിയെ തൻ്റെ ഇരു തോളിലും ചേർത്ത് വെച്ചു. സിദ്ധു കുറച്ചുകൂടി ഗോപുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. ഗോപുവിൻ്റെ വിരലുകൾ സിദ്ധുവിൻ്റെ മുടിയിഴകളിൽ കൊരുത്തു വലിച്ചു. സിദ്ധുവിൻ്റെ കൈകൾ ഗോപുവിൻ്റെ അണിവേറിൽ നിന്നും മാറി സഞ്ചരിച്ചു. നാവും ചുണ്ടുചേർന്ന് പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും പുതിയ കഥകൾ രചിച്ചു. സിദ്ധു ഗോപുവിനെ ഇരു കൈയിലും കോരിയെടുത്ത് ബെഡിൽ കിടത്തി. സിദ്ധു ഇട്ടിരുന്ന ടീഷർട്ട് അഴിച്ചു മാറ്റി. സിദ്ധുവിൻ്റെ മുഖം ഗോപുവിൻ്റെ മുഖത്തു നിന്നും കഴുത്തിലൂടെ താഴേക്ക് ഊർന്നു. സിദ്ധുവിൻ്റെ നിശ്വാസം ഗോപുവിൻ്റെ നെഞ്ചിൽ പതിച്ചു. ഗോപുവിൻ്റെ തൊണ്ട വറ്റി വരണ്ടു.
ഉമിനീർ തൊണ്ടയിൽ കുരുങ്ങി. സിദ്ധു തൻ്റെ പേര് കൊത്തിയ താടി പതിയെ ചുംബിച്ചു. അവിടെ ചെറുതായി പല്ലുകൾ അഴ്ത്തി. ഗോപുവിൻ്റെ കൈകൾ സിദ്ധുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ നെഞ്ചിലൂടെ താഴേക്കിറങ്ങി അണിവയറിലെത്തി. സിദ്ധുവിൻ്റെ ചുണ്ടുകൾ ഗോപുവിൻ്റെ പൊക്കിൾച്ചുഴയുടെ ആളമഴന്നു. ഗോപു നടുവളച്ച് വില്ലുപോലെ വളഞ്ഞുപോയി. അവളുടെ വർദ്ധിച്ച ഹൃദയമിടിപ്പ് അവളുടെ ഉയർന്നു പൊങ്ങുന്ന മാർഡങ്ങൾ കാണിച്ചു. സിദ്ധു തങ്ങൾക്ക് തടസ്സമായ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റി. ഗോപുവിനെ എതിർക്കണമെന്നുണ്ട്, പക്ഷേ അവളിൽ നിറഞ്ഞ അനുഭൂതി അതിന് സമ്മതിച്ചില്ല. സിദ്ധു ചെറു ചുംബനങ്ങളാൽ ഗോപുവിനെ ഉണർത്തി. അവളിൽ നിന്ന് ഉയർന്ന ശീൽക്കാരങ്ങൾ സിദ്ധുവിനെ ആവേശം കൊള്ളിച്ചു. ഗോപുവിലെ സ്ത്രീക്ക് പൂർണ്ണത നൽകി സിദ്ധു ചെറു നോവോടെ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. വിയർപ്പ് തുള്ളികൾ പോലും പരസ്പരം കെട്ടിപ്പുണർന്നു. ഗോപുവിൻ്റെ കണ്ണുകളിൽ നിന്നും അടർന്ന നീർത്തുള്ളി സിദ്ധു ചുണ്ടുകളാൽ സ്വന്തമാക്കി. അവളുടെ മാറിലേക്ക് തളർന്നു വീഴ്ചയോടെ സിദ്ധു. ഗോപു സിദ്ധുവിനെ ചേർത്ത് പിടിച്ചു. ഒരു പുതപ്പിനുള്ളിൽ തങ്ങളുടെ നഗ്നതയെ മറിച്ച് ഇരുവരും കെട്ടിപ്പുണർന്നു കിടന്നു. മാസങ്ങൾ കടന്നുപോയി. ദേവയ്ക്കിപ്പോൾ ചെറുതായി വയറുണ്ട്. കോളേജിൽ രാവിലെ രുദ്രൻ കൊണ്ടുവിടും. പക്ഷെ ഓരോ മാസവും അസ്വസ്ഥതകൾ കൂടി വരുന്നതിനാൽ ഇപ്പോൾ ക്ലാസ്സിൽ പോകുന്നില്ല. നോട്ട്സ് വാട്സാപ്പിൽ ഗോപു അയച്ചു കൊടുക്കും. എന്തിനും ഏതിനും ദേവയ്ക്ക് കൂട്ടായി മാലുവും മറിയയും ഉണ്ട്. ദേവേട്ടാ, നമുക്ക് മോനാണോ അതോ മോളാണോ? ഇത് മോളാണ് പ്രിയ, എനിക്ക് ഉറപ്പാണ്. രുദ്രൻ ദേവയുടെ വയറിൽ ചുണ്ട് ചേർത്തു. അച്ഛൻ്റെ ചുംബനത്തിൻ്റെ ചൂടറിഞ്ഞെന്ന വണ്ണം വയറൊന്നനങ്ങി. ഇടയ്ക്ക് സിദ്ധുവും ഗോപുവും ദേവയെ കാണാൻ വരും. ഗോപു കണ്ണിൽ കാണുന്നതൊക്കെ വാങ്ങി വരും. എല്ലാം നിർബന്ധിച്ച് പെണ്ണിനെ കഴിപ്പിക്കും. അത് കഴിയുമ്പോഴേക്കും ദേവ ഛർദ്ദിക്കാൻ തുടങ്ങും. ക്ലീനിങ് മറിയയുടെയും മാലുവിൻ്റെയും ജോലിയാണ്. ദേവയ്ക്കിപ്പോൾ മാസം 9 ഇനി ഡേറ്റിന് 10 ദിവസം മാത്രമേ ഉള്ളൂ. മോളെ, വയർ നന്നായി ഇടിഞ്ഞിട്ടുണ്ട്. മോൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ അമ്മയോട് പറയണം. ഒരു ദിവസം രാത്രി പെട്ടെന്ന് ദേവിക്ക് വേദന വന്നു. വയറിൽ കൈവച്ച് നിലവിളിക്കുന്ന ദേവയെ രുദ്രൻ ഇരു കൈയിലും കോരിയെടുത്തു. ബഹളം കേട്ട് മറിയയും മാലുവും മഹിയും വന്നു. എബിൻ പെട്ടെന്ന് കാറിറക്കി. രുദ്രൻ ദേവിയുമായി പിന്നിലേക്ക് കയറി. എബിൻ വേഗം കാർ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അതിനു പുറകെ മഹിയും മാലുവും മറിയയും ദേവയെ ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിച്ചു. ഡോക്ടർ രുദ്രനെ വിളിച്ചു. പ്രസവം പാടാണ്, നമുക്ക് സി സെക്ഷൻ ചെയ്യേണ്ടി വരും. ഡോക്ടർ നൽകിയ ഫോമിൽ രുദ്രൻ ഒപ്പിട്ട് കൊടുത്തു. അരമണിക്കൂർ കഴിഞ്ഞ് വെള്ള തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞുമായി ഒരു നഴ്സ് പുറത്തേക്ക് വന്നു. എല്ലാവരും നഴ്സിൻ്റെ അടുത്തേക്ക് നീങ്ങി. രുദ്രൻ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി. മോളാണ് കേട്ടോ. എല്ലാവരിലും പുഞ്ചിരി എരിഞ്ഞു. സിസ്റ്റർ ദേവപ്രിയ, കുഴപ്പമൊന്നുമില്ല. അരമണിക്കൂർ കൂടി കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും. രുദ്രൻ കുഞ്ഞിൻ്റെ കവിളിൽ പതിയെ ചുംബിച്ചു. തൻ്റെ കുഞ്ഞിനുള്ള അച്ഛൻ്റെ ആദ്യ ചുംബനം. നഴ്സിൻ്റെ കയ്യിൽ കുഞ്ഞിനെ തിരികെ ഏൽപ്പിച്ചു. ദേവയെ റൂമിലേക്ക് മാറ്റി. ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞു. 7 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ദേവയെ ഡിസ്ചാർജ് ചെയ്തു. ഇന്നാണ് രുദ്രൻ്റെയും ദേവിയുടെയും കുഞ്ഞിൻ്റെ നൂലുകെട്ട്. കുഞ്ഞു പെണ്ണിനെ ഗോപുവും മറിയയും ചേർന്നാണ് റെഡിയാക്കുന്നത്. ദേവ ഇപ്പോൾ കുറച്ചുകൂടി തടിച്ചിട്ടുണ്ട്. ഒരു നീല കരമുണ്ടും നേരിയതുമെടുത്ത് നിൽക്കുമാണ്. രുദ്രൻ ഇടയ്ക്കിടയ്ക്ക് ദേവയെ ഇടങ്ങണിട്ട് നോക്കും. സമയമായി രുദ്ര, ചടങ്ങുകൾ തുടങ്ങാം. മഹിയുടെ നിർദ്ദേശം കെട്ടി. മോളെ, ദേവ അരഞ്ഞാണവും ചെയിനും ഇരുന്ന ബോക്സ് എടുത്തില്ലേ? അയ്യോ അമ്മേ, ഞാനത് മറന്നുപോയി. ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം. ദേവ അതും പറഞ്ഞ് മുകളിലേക്ക് പോയി. രുദ്രൻ പതിയെ ദേവയ്ക്ക് പിന്നാലെ മുറിയിലേക്ക് വെച്ചു പിടിച്ചു. ദേവ മുറിക്കുള്ളിലേക്ക് കയറിയതും രുദ്രൻ പിന്നാലെ ചെന്ന് ദേവയെ പുണർന്നു. ഇന്നലെ മുതൽ നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ പെണ്ണെ. രുദ്രൻ ദേവയുടെ മൂക്കുത്തിയിൽ അമർത്തി ചുംബിച്ചു. ഇനി പൊക്കോ. ദേവയുടെ മുഖം നാണത്താൽ ചുവന്നു. വേഗം ബോക്സുമായി ദേവ താഴേക്ക് വന്നു. 28 ചടങ്ങുകളെല്ലാം വളരെ ഭംഗിയായി കഴിഞ്ഞു. കുഞ്ഞിന് പേരും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി വിളിക്കാം. രുദ്രൻ കുഞ്ഞിനെ തൻ്റെ മടിയിലിരുത്തി വെറ്റില കൊണ്ട് ചെവിയിൽ പൊത്തിപ്പിടിച്ച് മറുചെവിയിൽ കുഞ്ഞിൻ്റെ പേര് വിളിച്ചു. രുദ്രപ്രിയ. പേര് ചൊല്ലൽ കഴിഞ്ഞ് കുഞ്ഞതിഥിയെ എല്ലാവരും സമ്മാനങ്ങൾ നൽകി സന്തോഷത്തോടെ സ്വീകരിച്ചു. രുദ്രനും പ്രിയയും കുഞ്ഞു രുദ്രപ്രിയയുമായി അവരുടെ ജീവിതം സന്തോഷപൂർവ്വം മുന്നോട്ട് പോകട്ടെ. എൻ്റെ സാന്ത്വനം എന്ന സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. ലിപിയിൽ എഴുതിയ സ്റ്റോറിയാണ്. ഇവിടെ അത് പ്രണയതീരം എന്ന പേര് മാറ്റി വോയിസ് ചെയ്തതാണ്. രുദ്രനെയും ദേവിയെയും നെഞ്ചിലേറ്റിയ എൻ്റെ പ്രിയ വായനക്കാരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി. തുടക്കം മുതൽ എന്നോടൊപ്പം നിന്ന നിങ്ങളുടെ നന്ദി എത്ര പറഞ്ഞാലും തീരില്ല.
അടുത്ത കഥയുമായി ഞാൻ ഉടനെ വരും.